നമസ്കാരം. ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠനത്തെക്കുറിച്ച് ധാരാളമായിട്ടുള്ള സംശയങ്ങളാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ സാധാരണ ചോദിച്ചു വരാറുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ അതിനെയൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് സ്ക്രീനിൽ കാണിക്കുന്ന ഈ രണ്ട് ഫോട്ടോസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? വെരി ഗുഡ്. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, എന്നിട്ട് പറയും. യെസ്, ഒന്നാമത്തെ ആളെ നിങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഐഡന്റിഫൈ ചെയ്ത് കാണും. വേൾഡ് ഫേമസ് നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനിയായ ഇൻഫോസിസിന്റെ സ്ഥാപകൻ ശ്രീ നാരായൺ മൂർത്തി. രണ്ടാമത്തെ ആൾ ശ്രീ അരവിന്ദ് കൃഷ്ണ, വേൾഡ് ഫേമസ് ടെക്നോളജി കമ്പനിയായ IBMന്റെ ചെയർമാൻ ആയിട്ടുള്ള എക്സ്പേർട്ടാണ്. ഓക്കെ, എന്താണ് ഇവർ തമ്മിലുള്ള ഒരു കോമൺ ഫാക്ടർ? നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോമൺ ഫാക്ടർ, ബോത്ത് ഓഫ് ദം ആർ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് മൈസൂരിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്തതാണ് ശ്രീ നാരായൺ മൂർത്തി എങ്കിൽ ശ്രീ അരവിന്ദ് കൃഷ്ണ IIT കാൺപൂരിൽ നിന്നാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു 1980s ഒക്കെ വരെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എല്ലാ സബ്ജക്റ്റുകളും പഠിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും പറയാൻ കാരണം ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലെഗസി ഓഫ് ദി ബ്രാഞ്ച് ഓഫ് ദി ഡിസിപ്ലിൻ കോൾഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ പവർ ജനറേഷൻ, ഇലക്ട്രിക് മെഷീൻസ് ഇത് മാത്രമല്ല, ബട്ട് ദ ബ്രാഞ്ച് ഹസ് പ്രൊഡ്യൂസ് വിഷനറീസ്, ഇൻഡസ്ട്രി ലീഡേഴ്സ് ആൻഡ് ഇന്നോവേറ്റേഴ്സ്. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. ആദ്യം തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്കുള്ള രണ്ട് പ്രധാന സംശയങ്ങൾ അല്ലെങ്കിൽ പ്രധാന മിത്തുകളെ കുറിച്ച് ഒന്ന് നോക്കി പോകാം. ഒന്നാമത്തേത്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റഡി. സത്യം ഇതാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ഓറിയന്റഡ്, ലോജിക്കൽ റീസണിംഗ് ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് സ്കീമിലാണ്. അതുകൊണ്ട് പഠന സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടി വരും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ടു ബി സക്സസ്ഫുൾ വി നീഡ് ടു ബി കൺസിസ്റ്റന്റ്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് ഇട്ടില്ലെങ്കിൽ എവറിഥിങ് വിൽ ബി ഡിഫിക്കൽട്ട്. കൺസിസ്റ്റന്റ് ആയാൽ, ഡിസിപ്ലിൻഡ് ആയാൽ യു ക്യാൻ റീച്ച് ടു മൂൺ ഓർ മാർസ്. ഒരു കാര്യം പ്രത്യേകം മനസ്സിൽ വെച്ചോളൂ, എല്ലാ വർഷവും എത്രയോ വിദ്യാർത്ഥികളാണ് ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി പുറത്തു വരുന്നത്. So let us come out from the mindset of being difficult or easy. Instead, let us be consistent and disciplined. പറഞ്ഞു വന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ സാധിക്കുമെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഈസ് വിത്തിൻ റീച്ച്. രണ്ടാമത്തെ കൺഫ്യൂഷനായിട്ട് വിദ്യാർത്ഥികൾ പറയാറുള്ളത് ട്രിപ്പിൾ ജോലി സാധ്യത കുറവല്ലേ എന്നുള്ളതാണ്. കേരളത്തിലാണെങ്കിൽ KSEBയിലെ അവസരങ്ങൾ വെച്ചിട്ടാണ് ഇത്തരം ഒരു ചിന്ത വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് തോന്നുന്നു. But the fact of the matter is we are in an era of technology revolutions and global job roles. Electric vehicles, solar power, റിന്യൂവബിൾ ഓർ ഗ്രീൻ എനർജി തുടങ്ങി സ്മാർട്ട് ഗ്രിഡ്സ്, IoT, ഡാറ്റ അനലിറ്റിക്സ്, സോഫ്റ്റ്വെയർ തുടങ്ങി എണ്ണമറ്റ ജോബ് റോൾസ് ആണ് ട്രിപ്പിളിക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പഠനകാലത്ത് തന്നെ ആവശ്യമായ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പാഠപുസ്തകത്തിന്റെ പഠനം മാത്രം പോരാ എന്നർത്ഥം. നമ്മുടെ രാജ്യത്ത് തന്നെ കോർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വർക്ക് ചെയ്യണമെങ്കിൽ KSEB, PWD, CPWD, ONGC, NTPC തുടങ്ങി ധാരാളമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിലവിലുണ്ട്. അതുകൊണ്ട് ബേസിക്കലി ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ട്രിപ്പിൾ ഈസ് എ ബ്രാഞ്ച് വിത്ത് ലെഗസി ആൻഡ് ഓൾസോ വിത്ത് ഫ്യൂച്ചറിസ്റ്റിക് ഓപ്പർച്യൂണിറ്റീസ്. അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയായ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനോട് തീർച്ചയായും ഇതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ലെറ്റ് us also be ready to work systematically and with discipline. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനെ കുറിച്ച് മറ്റു ബ്രാഞ്ചുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. Our experts will get back to you within 48 hours for free guidance. എല്ലാവർക്കും നന്നായി പഠിക്കുന്നതിനും നല്ല കരിയർ തിരഞ്ഞെടുക്കുന്നതിനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.